ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ ദിനംപ്രതി പല വിവരങ്ങളാണ് പുറത്തുവരുന്നത്. SIT തുടർ അറസ്റ്റിലേക്ക് ഉടൻ കടക്കാൻ സാധ്യതകളും ഏറെയാണ്. ഇപ്പോഴും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ KP ശങ്കർദാസും N വിജയകുമാറും നിരീക്ഷണത്തിലുമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്മകുമാറിന് പരിചയപ്പെടുത്തിയവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടന്നു വരികയാണ്. ആ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാറിന് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ള സംശയവും നിലനിൽക്കുന്നുണ്ട്. പത്മകുമാറിന്റെ വീട്ടിൽ നിന്നും നിർണായക സാമ്പത്തിക രേഖകളാണ് ഇത്തവണ പിടിച്ചെടുത്തത്. പത്തനംതിട്ടയിൽ ഭൂമിയും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും വാങ്ങി. അസ്വാഭാവികമായ സാമ്പത്തിക നേട്ടം പത്മകുമാറിന് ലഭിച്ചെന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. എല്ലാം പത്മകുമാർ മാത്രം തീരുമാനിച്ചത് എന്നായിരുന്നു KP ശങ്കർദാസും N വിജയകുമാറും മൊഴി നൽകിയത്. എന്നാൽ ഇവരുടെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇവരെ വീണ്ടും ചോദ്യം ചെയ്യുകയും ചെയ്യും. തിങ്കളാഴ്ച നടക്കുന്ന ചോദ്യം ചെയ്യൽ നിർണായകമായേക്കും. കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടിയാണ് പത്മകുമാറിന്റെ വീട്ടിൽ റെയ്ഡ് ആരംഭിച്ചത്. മണിക്കൂറുകൾ നീണ്ട പരിശോധനകൾക്ക് ശേഷമായിരുന്നു രേഖകൾ SIT പിടിച്ചെടുത്തത്. സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ ഉൾപ്പെടെയാണ് അന്വേഷണ സംഘം അവിടെ നിന്നും കണ്ടെത്തിയത്. പത്മകുമാറിന്റെ മൊഴിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും ഉൾപ്പെടുന്നുണ്ട്. അതിനാൽ തന്നെ അന്വേഷണം കടകംപള്ളി സുരേന്ദ്രനിലേക്കും നീങ്ങാൻ സാധ്യതകൾ ഏറെയാണ്. പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡിലെ കൂടുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനാണ് SITയുടെ നീക്കം. ഇതുവരെയുള്ള അന്വേഷണത്തിൽ സ്വർണ്ണക്കൊള്ളയുടെ മുഖ്യ സൂത്രധാരൻ പത്മകുമാർ എന്ന വിലയിരുത്തലിലാണ് SIT അറസ്റ്റിലേക്ക് കടന്നത്. റിമാൻഡ് റിപ്പോർട്ടിൽ പത്മകുമാർ നടത്തിയ ഇടപെടലുകളെ കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം വിട്ടു നൽകുന്നതിൽ തീരുമാനമെടുക്കുന്ന ദേവസ്വം യോഗത്തിന് മുൻപ് സ്വന്തം കൈപ്പടയിൽ സ്വർണ്ണപ്പാളി ചെമ്പുപാളി എന്ന് പത്മകുമാർ എഴുതി ചേർത്തിരുന്നു. ദേവസ്വം യോഗത്തിൽ സ്വർണ്ണപ്പാളി കൈമാറുന്നത് വിശദീകരിച്ചതും പത്മകുമാറാണ് എന്നുള്ള വിവരവും പുറത്തു വന്നിരുന്നു.